നമസ്കാരം. നമ്മൾ ഗുജറാത്ത്, യു പി, കാശ്മീർ അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ആ സംസ്ഥാനങ്ങളുടെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം മനസ്സിൽ ഉണർന്നു വരുന്നത് വംശീയ നശീകരണങ്ങൾ, കൂട്ടക്കൊലകൾ, ആൾക്കൂട്ടക്കൊലകൾ, തീവെപ്പുകൾ, ബുൾഡോസർ കൊണ്ടുള്ള നിരത്തലുകൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ പൊന്തി വരിക. ആ പട്ടികയിൽ ഇപ്പോൾ നമ്മളുടെ കേരളം ഇടം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മുടെ പാലക്കാട് ആൾക്കൂട്ടക്കൊല, ഒരു പാവത്തിനെ അവിടെയുള്ളൊരു 5-10 RSകാർ കൂടി തല്ലിച്ചതച്ച് ശരിക്കും ചതച്ച് കൊന്നു. അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും ഇനി അന്യ സംസ്ഥാനങ്ങളിൽ പോയിട്ട് തല ഉയർത്തിയിട്ട് ഐ ആം ഫ്രം കേരള, ഞാനൊരു മലയാളിയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിന് ബാക്കി പറയാൻ ചിലപ്പോൾ തല കാണില്ല എന്നുള്ളൊരവസ്ഥയായിട്ടുണ്ട്. നമ്മളുടെ കേരളം ഇപ്പോൾ സംഘപരിവാറിൻ്റെ ആൾക്കൂട്ട കൊലപാതകം എന്ന് പറഞ്ഞൊരു കലാപരിപാടി ഉണ്ടല്ലോ അവരുടെ. ആ കലാപരിപാടിയുടെ റിഹേഴ്സൽ ഇപ്പോൾ കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. RSSൻ്റെ പരീക്ഷണം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ പാലക്കാട് കണ്ടത്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, അവിടെയുള്ളൊരു കലാപരിപാടിയാണ് ഈ ആൾക്കൂട്ട കൊലപാതകങ്ങൾ. RSകാർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ, മുസ്ലിങ്ങളെ, ക്രിസ്ത്യാനികളെ, ദളിതന്മാരെ അവർക്ക് നിലയ്ക്ക് നിർത്താൻ വേണ്ടിയിട്ട്, ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ രൂപപ്പെടുത്തിയെടുത്ത ഒരു കലാപരിപാടിയാണ് ആൾക്കൂട്ട കൊലപാതകം. ഇത് തെക്കേ ഇന്ത്യയിൽ കണ്ടുവരുന്നൊരു കാര്യമല്ല. ഈ പ്രവണത തെക്കേ ഇന്ത്യയിലില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് പറയാം. കേരളത്തിൽ രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ ഈ രീതിയിൽ മതത്തിൻ്റെ പേരിൽ പറഞ്ഞും എല്ലാ വചനങ്ങൾ പറഞ്ഞും ഒരാളെ അടി മുതൽ മുടി വരെ ചതയ്ക്കുക. ചിലർ പണ്ടൊക്കെ പാമ്പിനെ കൊല്ലാറുണ്ട്. അപ്പോൾ പറയും തലയിലടിച്ചാൽ വാലിൽ വിഷമുണ്ടാവും, വാലിൽ ജീവൻ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ വാല് മുതൽ തല വരെ അടിച്ച് ഉറപ്പ് വരുത്തുന്ന ആൾക്കാരുണ്ട്. ഇതുപോലൊരു കൊലപാതകമാണ് ഇപ്പോൾ നമ്മുടെ പാലക്കാട് നടന്നത്. ഏതായാലും കേരളത്തിൽ ഇത് കേൾക്കുന്നത് തന്നെ കേരളീയർ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണത്. ഏതായാലും ഇപ്പോൾ ഇവിടെ കേരളത്തിലും ഇത് ആരംഭിച്ചു. കേരളം ഇത്തരം ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഇവിടെ തുടങ്ങി വെക്കേണ്ടുന്നതിലേക്കുള്ള റിഹേഴ്സൽ, അതിനുള്ളൊരു പരീക്ഷണം ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. പാലക്കാടും തുടങ്ങിയിരിക്കുകയാണ്. ഈ സംഘികൾ എന്ന് പറയുന്ന വർഗം ശാഖയിൽ പോയിട്ട് സംഘദക്ഷ, സംഘ ആരംഭ എന്ന് പറഞ്ഞ് വടിയും കോലും പിടിച്ച് നടക്കുന്ന മറ്റെന്തായാലും പറയുക കുറുവടികൾ. അതിൽ സാധാരണ ഈ സ്വയം സേവകരെന്ന് പറയുന്ന ആളുകൾ ബുദ്ധി കുറഞ്ഞവരാണ്, അറിവിൽ കുറഞ്ഞവരാണ്. അവരെ ഭരിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് വേവലാതിയുണ്ട്. കാരണം 5, 10, 20, 30 വർഷം ശാഖയിൽ പോയിട്ട് കഷ്ടപ്പെട്ട് ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരിക്കൽ പോലും ശാഖയിൽ പോകാത്ത ആളുകളാണ് BJPയുടെ സംഘപരിവാറിൻ്റെ ഭാഗമാണല്ലോ BJP. അതിൻ്റെ നേതൃസ്ഥാനത്തേക്കും വരുന്നത്, വിശ്വന്ത് പരിഷത്ത് നേതൃസ്ഥാനത്ത് വരുന്നത്. നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു മൂലയ്ക്ക് ഇരുന്ന് കരയാനായിട്ട് പറ്റില്ല. ഏതായാലും ശാഖാ പരിപാടി ഇപ്പം ഇല്ല കേരളത്തിൽ. എൻ്റെ നാട്ടിൽ അയ്യന്തോൾ ശാഖയുണ്ടായിരുന്നു. 60, 70, 75, 80 ആൾക്കാരൊക്കെയാണ് ഡെയിലി വരിക. അതന്ന് ഈ ശാഖയുടെ കാര്യമുള്ള രാഷ്ട്രീയം ആർക്കും അറിയില്ല. കളിക്കാൻ വേണ്ടി വരുന്നു, കബഡി കളിക്കാൻ വേണ്ടി വരുന്നു, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ പിന്നീട് ഞാൻ ഒരിക്കൽ കണ്ടത്, ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ കണ്ടത്, അവിടെ തേഞ്ചിയത്തുകാവ് എന്നൊരു ക്ഷേത്രത്തിന് മുമ്പിൽ ഒരു പയ്യൻ, ഒരു ഉണങ്ങിയ ചെക്കൻ, അവനവിടെ നിന്നൊരു കൊടിയും കുത്തിയിട്ട് സംഘദക്ഷ ആരംഭം അവൻ തന്നെ ഇരുന്ന് കാണിക്കുന്നുണ്ട്. അതിന് കുറച്ച് കഴിഞ്ഞ് അവിടെ ചമ്പ്രം പണിഞ്ഞിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഗണഗീതം എന്ന് പറഞ്ഞാൽ കുണഗീതം അവൻ ചെല്ലുന്നുണ്ട്. ആൾക്കാർ നോക്കുന്നുണ്ട് ഈ ചെക്കൻ എന്തിൻ്റെ ഭ്രാന്താണെന്ന്. അതിന് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അവൻ തന്നെ ധ്വജപ്രണാമം എന്നൊക്കെ തെല്ലിയിട്ട് ആ ധ്വജം എടുത്ത് അവൻ പോയി. ഇപ്പം അതുണ്ടോയെന്നറിയില്ല. അപ്പം ആ കാര്യം അങ്ങനെയായി. കാരണം
സംഖ്യയാണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ചാണക ബുദ്ധിയുള്ളവൻ, ബോധശൂന്യരായിട്ടുള്ള ആളുകൾ, അവിവേകികളായിട്ടുള്ള ആളുകൾ. ഇവരുടെ ഉള്ളിലൊക്കെ അസൂയ, പൗഷന്യം, പോരെ, കുശുമ്പ്. കാരണം എന്താണ്? അവർക്ക് ജീവിതത്തിൽ ഒന്നും ആകാൻ കഴിയുന്നില്ല, തള്ളിക്കയറാൻ കഴിയുന്നില്ല. ആയതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിലൊരു അഗ്രസീവ്നെസ് ഉണ്ടാകും, മറ്റുള്ളവരുടെ അറപ്പും വെറുപ്പും ഉണ്ടാകും. അതിൽ നിന്ന് ഉയരുന്നതാണ് ഈ അടിയും തല്ലും. ഹിംസാത്മകമായിട്ടുള്ള ഒരു ബോധമാണ് അവിടെ അന്തർലീനമായിട്ട് വരിക. ഇവരെയാണ് RSSന്റെ ബുദ്ധി കേന്ദ്രങ്ങൾ നിയന്ത്രിക്കുന്നത്. കാള എന്ന് പറയുന്നത് കളയല്ല, പോത്തിനെ നിയന്ത്രിക്കണ പോലെ. ഏതായാലും ഇത്തരം ആളുകൾ അവർ ഒരു കാരണവശാലും നോക്കൂ, ഇത് കേരളമാണ്, നമ്മുടെ ബോധതലം വേറെയാണ്, നമുക്കിവിടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എന്നുള്ള വകഭേദങ്ങൾ താരതമ്യേന കുറവാണ്. ഇപ്പം ഈ ക്രിസംഗി എന്നൊരു വർഗം ആരംഭിച്ചാൽ കാസ ക്രിസംഗി, അവർ എങ്ങനെയെങ്കിലും ഇതിനകത്ത് കൊണ്ടുവന്ന് ഈ വിഷം കലർത്താൻ നോക്കുന്നുണ്ട്. പള്ളിക്കാരും പട്ടക്കാരും മോശമല്ല. നമ്മൾ ചിലർ പറയും, അല്ല അതിന് കുറച്ചാൾക്കാർ നല്ലതായിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ എപ്പോഴും പറഞ്ഞ ഉദാഹരണമാണ്, വലിയൊരു ചരക്കിനകത്ത് പായസം ഉണ്ടായിട്ടൊരു പല്ലി വീണാലോ? അതിനെല്ലാവരും ഉത്തരവാദികളാണ്. പള്ളിക്കാരും പട്ടക്കാരും പള്ളി തേവടികളും പള്ളി തന്തമാരും ഒക്കെ അതിലേക്ക് ഉത്തരവാദികളാണ്. അതുകൊണ്ട് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ വരാൻ പോകുന്ന പ്രശ്നം അവർ കാണുന്നില്ലേ? ഉത്തരേന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ. പണ്ടൊക്കെ മാസത്തിലൊരിക്കലായിരുന്നു പള്ളി കയറി തലയിൽ. ഇപ്പോൾ ഡെയിലി കേൾക്കാം. ഡെയിലി ഇപ്പോൾ ക്രിസ്മസ് ആരംഭിച്ചോടുകൂടി ഡെയിലി അടിയാണ് അവിടെ. ഈ വേഷം ധരിച്ച് പുറത്തിറങ്ങിയ അടിയാണ് അവിടെ. പാപ്പയുടെ വേഷം ധരിച്ച് പുറത്തിറങ്ങുക, കുരിശ് കൊന്തയിട്ട് പുറത്തിറങ്ങുക, തലയിൽ വെയിലിട്ട് പുറത്തിറങ്ങുക, അടി ഉറപ്പാണ്. ആ അവസരം എത്തിയിട്ടുണ്ട്. എന്നാലും ഇവർക്ക് ഇപ്പോഴും കേരളത്തിൽ ഇസ്ലാമോഫോബിയയും കൊണ്ട് നടക്കുകയാണ് അവിടെ. അത് വേറെ കാര്യം. ഏതായാലും ഈ സാംസ്കാരിക വിസർജ്യങ്ങളെ നമ്മുടെ മലയാണ്മയിൽ കേരളത്തിൽ ഈ വിഷം വിളർന്ന ഈ സാധനങ്ങളെ സാംസ്കാരിക കേരളത്തിൻ്റെ മഹനീയതയിൽ വിഷം വിതറുന്ന ഈ സാധനങ്ങളെ എല്ലാ അർത്ഥത്തിലും, അത് പ്രധാനമായിട്ട് തുടങ്ങുന്നത് ഗ്രാമങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇവർ ഗ്രാമത്തിലാണല്ലോ ആദ്യം ചെല്ലുക. അതുകൊണ്ട് അവരെ സാമൂഹ്യമായിട്ട് ഒറ്റപ്പെടുത്തുന്ന അത് ഏത് പാർട്ടിയായാലും കുഴപ്പമില്ല. ഈ ഒരു സാധനം ഇവിടെ വരരുത്. BJP, വിശ്വ ഹിന്ദു പരിഷത്ത്, ഹിന്ദു ഐക്യവേദി, അതുപോലെ തന്നെ RSS സംബന്ധമായിട്ടുള്ള ഒരു കാര്യവും വരരുത്. വന്നു കഴിഞ്ഞാൽ എന്താണ്? അവരുടെ മനസ്സിലിരിപ്പാണ് പ്രശ്നം. അല്ലാണ്ട് R എന്നുള്ള വാക്കിനോ S എന്നുള്ള വാക്കിനോ കുഴപ്പമില്ല. B എന്നുള്ള അക്ഷരത്തിന്, J എന്നുള്ള അക്ഷരത്തിന്, P എന്ന അക്ഷരത്തിന് കുഴപ്പമില്ല. പക്ഷേ BJPക്കാരുടെ മനോഭാവത്തിനാണ് കുഴപ്പം. അത് ഉത്തരേന്ത്യയിൽ നമ്മൾ വേണ്ടത്ര കണ്ടതാണ്. അതിവിടേക്ക് സന്നിവേശിപ്പിക്കാനുള്ള അവരുടെ ശ്രമത്തെ തടയേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. വാസ്തവത്തിൽ ആൾക്കൂട്ടത്തെ ഉപയോഗിച്ചുകൊണ്ട് ശത്രുക്കളില്ലായ്മ ചെയ്യുക, ഇതൊക്കെ ഹിറ്റ്ലറൊക്കെ ചെയ്തിട്ടുള്ള രീതികളാണ്. അതൊക്കെ വ്യക്തിഗതമായിട്ട് പറഞ്ഞു വരുത്താൻ നിലപാടുകളുടെ, അല്ലെങ്കിൽ അവരുടെ ആദർശങ്ങൾ, അതിനെക്കുറിച്ചൊന്നും നിലപാടുകളെക്കുറിച്ച് പറഞ്ഞിട്ട് അവരുടെ നിലപാടിനെ ഹനിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ആദർശം തെറ്റാണ്, നിങ്ങളുടെ ചിന്താരീതി തെറ്റാണ്, നിങ്ങളുടെ നിലപാടുകൾ തെറ്റാണ്, ഞങ്ങളുടെ നിലപാടുകളാണ് ശരി, അങ്ങനെയാകാം. അതുകൊണ്ട് പ്രശ്നമില്ല. അത് ചർച്ചയിലൂടെ പരിഹരിക്കാം, സംവാദങ്ങളിലൂടെ പരിഹരിക്കാം. അയാളുടെ നല്ലതുകളെ നമുക്ക് സ്വീകരിക്കാം, നമ്മുടെ നല്ലതുകളെ അയാൾക്ക് സ്വീകരിക്കാം. പക്ഷെ ഇവിടെ അതല്ല ചെയ്യുന്നത്. ഞങ്ങളാണ് ശരി, ഞങ്ങൾ പരിപൂർണമായിട്ടും ഞങ്ങളാണ് ശരി, ഞങ്ങൾക്കപ്പുറം ഒരു ശരിയില്ല. അങ്ങനെ വല്ല ശരികളും പലരും കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ പരിപൂർണമായിട്ട് അനിഹിലേറ്റ് ചെയ്ത് കളയുക, അവിടെ അങ്ങോട്ട് വെടിപ്പാക്കുക. പിന്നെ ആ ചിന്താഗതി അവിടെ അതിനുള്ള മോണിമെൻറ്റ്സ് പോലും പിന്നെ അവിടെ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് ഫാസിസ്റ്റ് രീതി. അതിനെ അപ്പോൾ ഇവർ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കൽ ഞാനൊരു ഓട്ടോറിക്ഷയിൽ കയറിയ സമയത്ത് ആ ഓട്ടോറിക്ഷ ഡ്രൈവർ കുറച്ചു കാലം മുമ്പാണ്, അയാൾ ആവശ്യമില്ലാത്തൊരു ചോദ്യം ചോദിച്ചു. സ്വാമി, അപ്പോൾ എൻ്റെ വേഷം കണ്ടു പറഞ്ഞു, സ്വാമി നമ്മുടെ ആൾ തന്നെയല്ലേ? എന്താ ഉദ്ദേശിച്ചത്? ഞാൻ എന്നും ശാഖയിൽ പോകും.
അതിൻ്റെ പേരിൽ കുറേ ഓട്ടം മുടക്കാനും കുഴപ്പമില്ല. എനിക്ക് 2 മക്കളാണ്, 2 മക്കളും ഈ ശാഖയിലേക്ക് അയക്കും. മനുഷ്യനാവണം, ഈ ശാഖയിലേക്കാണ്. പിന്നെ അവനങ്ങനെ ഒരു തരം വെളിച്ചപ്പാട് തുള്ളലാണ്. നമ്മുടെ ശാഖയുടെ കാര്യമാണ്, BJPയുടെ കാര്യമാണ്, BJPയുടെ നേതാക്കം പറയാം, അങ്ങനെയാണ് നാഗപ്പൂർ അതാണ്, ഞാൻ 10 നോട്ടീസ് കഴിഞ്ഞ്, ഞാൻ 2nd നോട്ടീസ് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരു സ്റ്റോപ്പിലെത്തി അവൻ ആ ഓട്ടോ നിർത്തി അതിൻ്റെ പൈസ കൊടുത്ത് ഞങ്ങൾ പോന്നു. അന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കി, ഇവറ്റകൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം എന്തിനു വേണ്ടിയിട്ടാണ് മാറ്റിവെക്കുന്നത്. ആ അറിവില്ലായ്മയാണ് മിഥ്യയായിട്ടുള്ള കുറേ ബോധങ്ങളെയാണ് ഇവർ ഊട്ടിയുറപ്പിക്കുന്നത്. കാരണം എന്താ, അങ്ങനത്തെ കാളകളെയാണ് ഇവർക്ക് ആവശ്യം. കാവിക്കാളകൾ അത് അവരെയാണ് ഇവർക്ക് ആവശ്യം. വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകൾ, ബുദ്ധിതലം ശൂന്യമായിട്ട്, ബുദ്ധിഗുഹ അവിടെ ചാണകമാണ്, ശൂന്യം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ആളുകളിലാണ് ഇവർ ഈ ബോധം വളർത്തുന്നത്. നമ്മളാരാണ്? നമ്മൾ ആർഷഭാരത സംസ്കാരത്തിൻ്റെ ആൾക്കാരാണ്. ഒരിക്കലും നശിക്കാത്തതാണ് സനാതന ധർമ്മം. ബാക്കിയൊക്കെ നശിക്കും. ഇസ്ലാമൊക്കെ നശിക്കും. ഇസ്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യയിൽ ഇപ്പോൾ ഇസ്ലാം ഇല്ലത്രേ. ഈ രീതിയിൽ അതുപോലെ ക്രിസ്ത്യാനിറ്റി നശിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ അങ്ങനെയല്ല, അമേരിക്കയിലും കൂടെ എല്ലാ സർവകലാശാലയിലും ഇപ്പോൾ സംസ്കൃതം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അത്രേ. ഇങ്ങനെ പറയുക. കാരണം ഇത്ര മുമ്പ് പറഞ്ഞ ഈ വർഗം അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. സ്വാമിക്ക് അറിയോ, എല്ലാ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലും ഇപ്പോൾ സംസ്കൃതം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അവരുള്ളത് പറഞ്ഞോളൂ, ആ മിഥ്യാബോധം അവർ വെച്ചുകൊണ്ട് നടന്നോളും. അപ്പം ആയതുകൊണ്ട് തന്നെ ഈ മിഥ്യാബോധത്തെ അതിനെ ജ്വലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഇന്ധനം കൊടുത്ത് അതിനെ ജ്വലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും ഹിന്ദുക്കളാണ്, ഹിന്ദുധർമ്മമാണ് ഏറ്റവും പഴയത്, ഏറ്റവും പുരാതനമായത്, സർവധർമ്മത്തിൻ്റെ മാതാവാണ് എന്തായാലും പറയാം ഹിന്ദുമതം എന്ന് വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. എന്നിത്യാദി കാര്യങ്ങൾ ഇവരുടെ മനസ്സിലേക്ക് കയറ്റി വിടുകയാണ്. എന്നിട്ട് അവരുടെ ആ ബുദ്ധിശൂന്യതയിൽ നുണരുന്ന മിഥ്യാഭിമാനം അതിനെയാണ് ഉണർത്തുന്നത്. അപ്പം ആയതുകൊണ്ട് തന്നെ ഈ തന്ത്രം അവർ സമൂഹത്തിൽ വളരെ മനോഹരമായിട്ട് അവർ വെച്ചുണ്ട്. കേരളീയരാ ഭരിച്ചിരുന്നത്. കേരളത്തിൽ ഉമ്മൻചാണ്ടി ആകട്ടെ, അച്യുതാനന്ദനാകട്ടെ, അതല്ലെങ്കിൽ മുഹമ്മദ് കോയ സാഹിബാകട്ടെ, അതല്ലെങ്കിൽ ഇപ്പോഴുള്ള പിണറായി വിജയനാകട്ടെ, ആരാണെങ്കിലും കേരളീയരാ ഭരിച്ചിരുന്നത്. കേരളത്തിൻ്റെ തനത് സ്വരൂപങ്ങൾ അവരിലുണ്ടായിരുന്നത്. കേരളത്തിൻ്റെ മതേതര ഭാവങ്ങളാണ് അവർ ഉൾക്കൊണ്ടുകൊണ്ടിരുന്നത്. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്തിനാണ് ഇപ്പോൾ യേശുദാസിൻ്റെ ഒരു കാര്യം എടുക്കാം. നമുക്ക് ആരും പറയുമോ, അയാൾ മാപ്പിളപ്പാട്ടുകാരനല്ലേ, ഒരു ക്രിസ്ത്യൻ പാട്ടുകാരൻ നമ്മൾ പറയാറുണ്ടോ? നമുക്കത് പറയാൻ കഴിയുമോ? അതല്ലെങ്കിൽ അച്യുതമേനോൻ അയാൾ നായരാ എന്ന് പറയാറില്ല. അവർ കമ്മ്യൂണിസ്റ്റുകാരാ, അവർക്ക് നിലപാടുണ്ട്. നിലപാടിൻ്റെ പേരിലാണ് നമ്മൾ അവരെ അറിഞ്ഞിരുന്നത്. മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും അല്ല അറിഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ അവിടേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. BJP അധികാരത്തിൽ കയറിയപ്പോൾ ഇവിടെ നമ്മൾ BJP അധികാരത്തിൽ കയറിയപ്പോൾ ഞാൻ കണ്ടു, സത്യപ്രതിജ്ഞയിൽ അവർ വാചകം ചൊല്ലുന്ന സമയത്ത് അയ്യപ്പൻ്റെ പേര് പറഞ്ഞിട്ടാണ് സത്യപ്രതിജ്ഞ, കുട്ടിച്ചാത്തൻ്റെ പേരും പറഞ്ഞിട്ടാണ് സത്യപ്രതിജ്ഞ. ഈ രീതിയിൽ ദൈവങ്ങളുടെ പേരും അതൊക്കെയും അരുതാത്ത കാര്യങ്ങളാണ്. നാളെ പൂശിക്കളശി മുത്തിയുടെ പേരിൽ, വിലങ്ങനത്തല്ലും പടവൻ്റെ പേരിൽ കഞ്ചാവ് നിവേദ്യം, ഇങ്ങനെയുള്ള ദൈവങ്ങൾ ഇവിടെയുണ്ട്. അപ്പം അതെവിടേക്കാണ് പോകുന്നത്? ഇതെല്ലാം കഴിഞ്ഞ് കൊണഗീതം ചൊല്ലി. അപ്പം അവരുടെ പോക്ക് എവിടേക്കാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. നാളെ ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് അമ്പലം പൂട്ടിക്കളി വരെ നടക്കും. അവിടെ ശാഖ നടക്കും. ഇതൊക്കെയാണല്ലോ ഉത്തരേന്ത്യ നമ്മളുടെ പാർലമെൻറ്റ് നടക്കുന്നത്. പാർലമെൻറ്റ് ദണ്ഡയ്ക്ക് കൊണ്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടേക്കാണ് കാര്യങ്ങൾ മാറി വരുന്നത്. ഏതായാലും ഇത് മാറാത്ത രോഗമാണ്. ഇന്നിപ്പോൾ എല്ലാ രോഗവും കുഷ്ഠരോഗം അടക്കം മാറും. പണ്ട് കുഷ്ഠരോഗികളെ കാരണം കല്ലെടുത്തത്, ഇങ്ങനെ മാറാത്ത രോഗം. ഓരോ ഭാഗം അടർന്നു പോയി വികൃതരൂപിയാകുന്ന. അപ്പോൾ അവരേക്കും കൊണ്ട് വേറൊരു കൂട്ടിലാണ് അടച്ചിരുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു സിനിമ വന്നിരുന്നു, എന്തായാലും ബെൻഹർ സിനിമ വന്നിരുന്നു. അതിൽ കാണുമ്പോൾ നമുക്ക് പേടിയാവും. അങ്ങനെ ഒരു സ്ഥലത്താണ് കൊണ്ട് അടച്ചിരുന്നവർക്ക്. ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നിട്ട് മേലെ നിന്ന് സാധനങ്ങൾ, പച്ചക്കറികൾ, സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് കൊടുക്കുകയാണ്, മരിക്കുന്നവരെ ജീവിച്ചോട്ടെ എന്നുള്ള രീതിയിൽ. ആ ഒരു മര്യാദ. അതേപോലെ അതേപോലുള്ള ഏതെങ്കിലും രോഗം, ആ രോഗമാണ് ഇപ്പോൾ ഈ സംഘീ രോഗം. ആ രോഗം പേറിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഈ RSSകാർ, സംഘപരിവാറുകാർ. അവരാണ് RSSൻ്റെ പ്രത്യയശാസ്ത്രം. അവരുടെ പ്രത്യയശാസ്ത്രം എന്താണ്?
ഇത് ഹിന്ദു രാഷ്ട്രമല്ല, ഇത് ഹിന്ദുത്വ രാഷ്ട്രമാണ്. ഹിന്ദുത്വ രാഷ്ട്രത്തിന് അത് ഗീതയുണ്ടോ? ഹിന്ദുത്വ രാഷ്ട്രത്തിന് സനാതനധർമ്മ പ്രക്രിയ വല്ലതും ഉണ്ടോ? യഥാർത്ഥത്തിൽ ആർഷഭാരത സംസ്കാരമായിട്ട് മറ്റേ പുലബന്ധോ ഒന്നുപോലും ഇല്ലാത്തൊരു സാഹചര്യം അവരുണ്ടാക്കുന്നത്. അവരുടേതായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ചില തീർപ്പുകളും വീർപ്പുകളും, അതാണ് അവരുടെ അടിസ്ഥാനം. അവിടേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അവിടെ കൃത്യമായിട്ട് പറഞ്ഞാൽ എന്നെപ്പോലുള്ള ആൾക്കാർ പോലും കേരളത്തിൽ നിന്ന് ഓടിപ്പോകുന്നത് അതുകൊണ്ടാണ്. കേരളം പതുക്കെ മാറുന്നു എന്ന് കണ്ടോട് കൂടിയിട്ട് ഞാൻ എൻ്റെ സ്ഥലം വിട്ടു. സാധാരണ സ്ഥലം വിട്ട് ഉത്തരേന്ത്യയിലേക്ക് അവിടേക്ക് ഒട്ടും പോകാൻ പറ്റില്ല. ഏതായാലും ഇപ്പോൾ ധൈര്യമായിട്ട് ഈ RSകാരും മറ്റുള്ള ആൾക്കാരും ചൊല്ലില്ലാതെ ജീവിക്കാൻ പറ്റിയൊരു സ്ഥലം തമിഴ്നാടാണെന്നാ വെപ്പ്. ഇനി എന്നാ അത് മാറി വരിക എന്നറിയില്ല. അതെന്തോ ആകട്ടെ. ഏതായാലും ഇവരുടെ പ്രത്യയശാസ്ത്രം, അതിൻ്റെ പുറകെ വാലും പിടിച്ചു നടക്കുന്ന ആൾക്കാർ അവരെ ഈ സമൂഹധാരയിൽ നിന്ന് പരിപൂർണമായിട്ട് അവരെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പരിപൂർണമായിട്ട് തുടച്ച് മാറ്റുക. അതാണ് ഇവിടെയുള്ള ഓരോരുത്തരും ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ എന്തുണ്ടാകുന്നു? അവരവരെ അനുഭവിക്കും, അത്രയേ ഉള്ളൂ. അവരവരെ അനുഭവിക്കും, വേറൊന്നുമല്ല, അവരവരെ അനുഭവിക്കും. ഇന്നിപ്പോൾ പാലക്കാട് ഒരു വ്യക്തിയെയാണ് കൊന്നത്. അയാൾക്ക് ഏറി വന്നൊരു 45-50 കിലോ തൂക്കണ്ടാവും. ഊതിക്കഴിഞ്ഞാൽ വീഴുന്ന രീതിയിൽ പട്ടിണി കിടന്ന് നിൽക്കുന്ന 3-4 ദിവസമായിട്ട് ആ മനുഷ്യൻ ആഹാരം പോലും കഴിച്ചിട്ടില്ല. അങ്ങനെ ഒരാളെയാണ് തല്ലിക്കൊന്നത്. ഇനി തല്ലിക്കൊല്ലാൻ പോകുന്നത് ഈ സംസ്ഥാനത്തിൻ്റെ, നമ്മുടെ കേരളത്തിൻ്റെ അന്തസ്സത്തയെയാണ്. നമ്മുടെ കേരളത്തിൻ്റെ അന്തസ്സിൻ്റെയും ആഭിയാത്യത്തിൻ്റെയും അതിൻ്റെ പെരുമ എന്താണ്? മതേതരത്വത്തിൻ്റെ പെരുമ. ഇവിടെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ആഘോഷമല്ല. ഇവിടെ ഓണം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ആഘോഷമല്ല. ഇവിടെ റംസാൻ എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളുടെ ആഘോഷമല്ല, കേരളീയരുടെ ആഘോഷമാണ്. ദേ മുസ്ലിങ്ങളുടെ റംസാൻ എന്നാരും പറയാറില്ല. ദേ ക്രിസ്മസിന് എനിക്ക് തോന്നുന്നു ഈ കള്ളന്മാർ ക്രിസ്ത്യാനികൾ ഒരു നക്ഷത്രം വയ്ക്കുള്ളൂ, കുറച്ച് പിശുക്കന്മാരാണ്. പിന്നെ അച്ഛന്മാർ പറഞ്ഞു കൊടുക്കും, പൈസ ഒന്നും അനാവശ്യമായിട്ട് കളയരുതെന്ന്. അതേ സമയത്ത് മറ്റുള്ള സമുദായം അവർ 10 നക്ഷത്രം വയ്ക്കും. അതാണ് നമ്മുടെ കേരളത്തിലെ സ്ഥിതി. അതാണ് നമ്മുടെ ഹിന്ദുക്കളൊക്കെ വീട്ടിനകത്ത് എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ അവർ കേക്ക് മുറിക്കുന്ന കേക്കിൻ്റെ മേലെ ബർത്ത്ഡേക്ക് 10 വയസ്സുള്ള കുട്ടിയെ 10 ചന്ദനത്തിന് കത്തിച്ച് ഊതിക്കെടുത്തി അത് കേക്ക് മുറിക്കുന്ന സംവിധാനമൊക്കെ എവിടെ നിന്ന് വന്നതാണ്? സന്നിവേശനമാണ്. ക്രിസ്ത്യാനികളെ ചെയ്യുന്നു, കൊള്ളാമല്ലോ, അത് ഇവിടേക്ക് പകർത്തി, എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അങ്ങനെ ജീവിക്കുന്ന കേരളത്തിലേക്കാണ്, അങ്ങനെ ജീവിക്കുന്ന കേരളത്തിൻ്റെ മഹിമയെയാണ് ഇവർ തല്ലിക്കൊല്ലാൻ പോകുന്നത്. ഇന്നൊരു വ്യക്തി, നാളെ ഒരു സമൂഹം, കേരളം എന്ന സമൂഹം, അതിനെയാണ് തല്ലിക്കൊല്ലാൻ പോകുന്നത്. ഇപ്പം തന്നെ ഏകദേശ രൂപത്തിലായി കഴിഞ്ഞു. പലരും പല തുരുത്തുകളിലാക്കുക, അതാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. കേരളം ഒന്നാകെ അങ്ങ് മുതൽ ഇങ്ങ് വരെയുള്ള കേരളീയരെല്ലാവരും ഞങ്ങൾ കേരളീയരാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ കേരളീറ്റ്സ്, ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ കേരളീയർ. അതിനുശേഷം ഞങ്ങൾ കേരള മുസ്ലിങ്ങളാണ്, കേരള ഹിന്ദുക്കളാണ്, കേരള ക്രിസ്ത്യാനികളാണ് എന്നുള്ള ഭാവം മാറ്റിയിട്ട് ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അല്ല, ഞങ്ങൾ ഇവിടെ നിൽക്കും, നിങ്ങൾ അവിടെ നിന്നോ, മറ്റൊരു ഇവിടെ നിന്നോ, പല തുരുത്തുകളിലേക്കായിട്ട് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സുഖമാണല്ലോ. ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ കൂട്ടത്തെയാണല്ലോ അമർച്ച ചെയ്യാൻ പറ്റാതെ വരിക. ഒറ്റപ്പെടുത്തി അമർച്ച ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇവർ മുസ്ലിങ്ങൾക്കെതിരെയാണ് ഈ തന്ത്രം ആദ്യം ആവിഷ്കരിച്ചത്. അവിടെ വലിയൊരു ചിലവായില്ല. പിന്നെ ക്രിസ്ത്യാനികളെ പിടിച്ചു, അവരെ വലിയ നിർത്തി. ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ സ്ഥിതി എന്താ? ആർക്കും വോട്ട് ചെയ്യണമെന്ന് അറിയില്ല. അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കേന്ദ്രമാക്കിയൊരു പരീക്ഷണം നടത്തി. അതിലൊരു കൊഞ്ഞാണൻ, ഒരു ഇക്കണ്ടനെ ഇവിടുന്ന് തെരഞ്ഞെടുത്ത് അയച്ചു. ഇന്ന് അവരതിൻ്റെ യാതനയും വേദന അനുഭവിക്കുകയാണ്. ഏതായാലും അവരുടെ പള്ളിക്കാരും പട്ടക്കാരും അവരാഹ്വാനം ചെയ്യേണ്ട കാര്യം അവർക്കത് ചെയ്തേ മതിയാകൂ, അല്ലെങ്കിൽ തല പോകും. പക്ഷേ അവരുടെ അടിയാളന്മാർ, അൽമായന്മാർ അവർ കൃത്യമായിട്ടും വെച്ചു കൊടുത്തു. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇലക്ഷനിൽ ശരിക്കും വെച്ചു കൊടുത്തു. 14% വോട്ട്. കീഴോട്ടാണ് കയറ്റം, കീഴോട്ടാണ് കയറ്റം. കയറിപ്പോകുന്നവിടേക്ക് കീഴോട്ട്. പടവലങ്ങ വളരുക എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഇവരുടെ വളർച്ച. ഞാനിവരുടെ ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പ് അതിന് പ്രധാനപ്പെട്ട ഒരു നേതാവുണ്ട്, CK പത്മനാഭൻ, അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഇവിടുത്തെ പ്രമുഖ സമുദായം, അതായത് ഹിന്ദു സമൂഹം,
അവറ്റകൾ വിചാരിച്ചിരുന്നു BJP വന്നാൽ ഞങ്ങൾക്കൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ. പക്ഷേ ഇവരിപ്പോൾ എന്താ ചെയ്യുന്നത്? ഇവർ തെണ്ണനിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ക്രിസ്ത്യാനികളുടെ, ഹിന്ദുക്കളുടെ വോട്ട് കിട്ടില്ല. കൃത്യമായിട്ട് മറ്റേ എനിക്ക് രാഷ്ട്രീയമില്ലാത്തോട് തുറന്നു പറയാൻ പറ്റും. ഇവിടുത്തെ ഹിന്ദു സംഘടന ഏതാണെന്ന് അറിയാമോ? ഹിന്ദു രാഷ്ട്രീയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. 92 മറ്റോ ശതമാനം ഹിന്ദുക്കളാണ് CPIMലുള്ളത്. ആയതുകൊണ്ട് തന്നെ ഹിന്ദുവിൻ്റെ വോട്ട് കൃത്യമായിട്ട് കിട്ടില്ല. പിന്നെ കുറേ ബോധം നശിച്ച കുറേ മറ്റേ ഇളിഭ്യന്മാർ അവർ വോട്ട് ചെയ്യും. ആയതുകൊണ്ട് മാത്രം ജയിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? ഇവരുടെ മറ്റേ എന്തായാലും പറയും, മറ്റേ ക്രിസ്ത്യൻ എന്തോ ഒരു പേരിട്ട് വിളിച്ചിട്ടുണ്ട്. അവരുടെ അടുത്ത് പോയിട്ട് അവരെ തിന്നിറങ്ങി അവരെ കൈ മുത്തി, കാല് നക്കി, ചെരുപ്പ് നക്കി അവിടെ നിന്ന് വോട്ട് കിട്ടുന്നവർ പ്രതീക്ഷിച്ചു. ഒരു 30% വോട്ട്, ക്രിസ്ത്യാനികളുടെ മുഴുവൻ വോട്ട് ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട്, ക്രിസ്ത്യാനികൾ ഞങ്ങൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് അതൊക്കെയാണല്ലോ ഛത്തീസ്ഗഡിൽ പ്രശ്നമുണ്ടാകുമ്പോൾ എന്തായിരുന്നു കൊണ്ട് നിലവിളിയും കരച്ചിലും RSSകാരുടെ. ഏതായാലും അവർ ശരിക്കും കൊച്ചു പിള്ളേർ പറഞ്ഞ പോലെ അണ്ണാക്കിൽ വെച്ച് കൊടുത്തു. വീണ്ടും പാമ്പും കോണിയും പോലെ താഴോട്ടാ 14% വോട്ട്. ഞാനിത് പറഞ്ഞു, നിങ്ങൾ അനുഭവിക്കാൻ കിടക്കുന്നു എന്ന് പറഞ്ഞേ ഉള്ളൂ. ഹിന്ദുക്കളെ മുഴുവൻ അവിടെ തള്ളി. ഹിന്ദുക്കൾ മുഴുവൻ ഇവർ ക്രിസ്ത്യാനികളുടെ പുറകിൽ പോകും, ഹിന്ദുക്കൾ മുഴുവൻ AKG സെൻറ്ററിലേക്കും പോകും. അന്ന് അവർ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ എന്താ, BJP ഭയങ്കര മുന്നേറ്റം. ആകെ മൊത്തം ടോട്ടലായിട്ട് തിരുവനന്തപുരത്ത് മാത്രമേ മുന്നേറ്റം ഉണ്ടായത്. എത്ര കാലം അവിടെ നിലനിൽക്കുമെന്ന് അറിയില്ല. ബാക്കി മൊത്തത്തിൽ നോക്കിയപ്പോൾ എന്താ, കരച്ചിലാണ്, പിഴിച്ചിലാണ് ഇവിടുത്തെ BJPക്കാർ. കാരണം എന്താണ്? വോട്ടിംഗ് ശതമാനം കുറഞ്ഞു പോയി. അതങ്ങനെ തന്നെ തുടരട്ടെ. ആ ഒരു കയറ്റം ഉണ്ടല്ലോ, താഴോട്ടുള്ള കയറ്റം, അത് നല്ല രീതിയിൽ തുടരട്ടെ. ഇവിടെ നിയമസഭാ ഇലക്ഷൻ വരുന്ന സമയത്ത് 14 എന്നുള്ളത് 7% മാറിക്കഴിഞ്ഞാൽ നമുക്ക് ആഘോഷിക്കാം. ഇവിടുത്തെ LDFനും UDFനും എല്ലാവർക്കും ആഘോഷിക്കാം. കേരളം അതിൻ്റെ തനിമ വീണ്ടെടുക്കുകയാണ്. മതേതരത്വ തനിമ വീണ്ടെടുക്കുകയാണ്. അവിടെ ബഹുളങ്ങളായിട്ടുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൂവാടിയായിട്ട് മാറുകയാണ് പഴയ പോലെ തന്നെ കേരളം. അപ്പോൾ കേരളം എന്ന പേര് കേട്ടാൽ തുടിക്കണം, എന്തായാലും പറയില്ലല്ലോ, ചോര ഞരമ്പുകളെ എന്ന് പറഞ്ഞ പോലെ ആ അവസ്ഥയിലേക്ക് തന്നെയാണ് നമ്മൾ നമ്മുടെ കേരളത്തെ എത്തിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം LDF ആയാലും UDF ആയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം എൻ്റെ എല്ലാം രാഷ്ട്രീയമില്ല. പക്ഷേ BJP ഇവിടെ വരാൻ പാടില്ല. അവർ വന്നു കഴിഞ്ഞാൽ BJPയോ അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തോ അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിക്കാരോ അങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ വളർന്നു കഴിഞ്ഞാൽ അത് എല്ലാ രീതിയിലുള്ള നാശത്തിന് ഹേതുവാകും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ അവരെ മാത്രം തള്ളിപ്പറയാൻ ഇഷ്ടപ്പെടുകയാണ്. എൻ്റെ ദൈവമേ, ഈ കേരളീയർക്ക് മുഴുവൻ ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ വന്നപ്പോഴുണ്ടായ ആ ഒരു ബുദ്ധി നിയമസഭ ഇലക്ഷൻ ഉണ്ടാകുമ്പോഴും വരടേ എന്നുള്ള പ്രാർത്ഥനയും എൻ്റെ ഭാഗത്തുനിന്നുണ്ട്. നമസ്കാരം.